ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോൺ, ഹെഡ്ഫോൺ, പെൻ ഡ്രൈവ്, ഇതുപോലെ ഒരുപാട് ഗാഡ്ജറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഗാഡ്ജറ്റ്സ് സ്ലിപ്പായി വെള്ളത്തിൽ വീഴാനും അതുപോലെ വെള്ളം വന്ന് ഈ ഗാഡ്ജറ്റ്സിലും വീഴാനുമുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. വാട്ടർ പ്രൂഫ് ഉള്ള ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ അത് ഡാമേജ് ആകാൻ സാധ്യതകൾ ഒരുപാട് കുറവാണ്. പക്ഷേ എല്ലാ ഗാഡ്ജറ്റ്സിലും വാട്ടർ പ്രൂഫിംഗ് വരാറില്ല. അപ്പോൾ വാട്ടർ പ്രൂഫ് ഇല്ലാത്ത ഗാഡ്ജറ്റ്സ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം അതിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാമേജ് ആകും. അങ്ങനെ ഡാമേജ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഡാമേജ് ആകാതെ അതിനെ റിക്കവർ ചെയ്യാൻ എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ടെറാസ്കോപ്പ് മീഡിയ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും അമർത്തുക. അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വെള്ളത്തിൽ വീഴുന്നത് കൊണ്ടല്ല ഈ ഗാഡ്ജറ്റ്സ് ഡാമേജ് ആകുന്നത്. വെള്ളത്തിൽ ഒരുപാട് ഡിസോൾവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് അയോൺസ് എന്നാണ് ഇതിന്റെ പേര്. ഈ അയോൺസ് കണക്ട് ആയി കഴിയുമ്പോൾ ഒരു കണ്ടക്ടിങ് പാത്ത് ക്രിയേറ്റ് ആകും. നമ്മുടെ സാധാരണ വയറിൽ കറണ്ട് പാസ്സാകുന്നത് പോലെ ഈ അയോൺസിൽ കൂടെ കറണ്ട് പാസ്സാകും. ഈ വെള്ളത്തിൽ വീണ ഗാഡ്ജറ്റിന്റെ ബോർഡിലുള്ള പോസിറ്റീവ് പോയിന്റ് ആൻഡ് നെഗറ്റീവ് പോയിന്റ് ഈ അയോൺസ് വഴി കണക്ട് ആകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയാണ് ഈ ഗാഡ്ജറ്റ്സ് ഡാമേജ് ആകുന്നത്. അപ്പൊ ഈ ലിക്വിഡിൽ വീണ ഈ ഗാഡ്ജറ്റ് ഡാമേജ് ആകുന്ന ലെവൽ ഈ ലിക്വിഡിലുള്ള അയോൺസിന്റെ ലെവൽ അനുസരിച്ചാണ്. അയോൺസ് കുറവുള്ള ലിക്വിഡിലാണ് ഇത് വീണതെങ്കിൽ ഡാമേജ് വളരെ കുറവായിരിക്കും. അയോൺസ് കൂടുതലുള്ള ലിക്വിഡിലാണ് ഇത് വീഴുന്നതെങ്കിൽ ഡാമേജസും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് ഈ ഗാഡ്ജറ്റ് വീഴുന്നതെങ്കിൽ ഡാമേജ് വളരെ കുറവായിരിക്കും. കാരണം ഡിസ്റ്റിൽഡ് വാട്ടറിൽ അയോൺസ് ഉണ്ടാകുകയില്ല. അയോൺസ് റിമൂവ് ചെയ്ത വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. പക്ഷേ കടലിലോ ഇല്ല ഈ സാൾട്ട് വാട്ടറിലോ ആണ് നമ്മുടെ ഗാഡ്ജറ്റ് വീഴുന്നതെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഇതിലൊക്കെ ടൺ കണക്കിന് അയോൺസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗം ഷോർട്ട് സർക്യൂട്ട് ആകുകയും ആ ഗാഡ്ജറ്റ് ഡാമേജ് ആകുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു 5 പോയിന്റ് ആണ്. ഇങ്ങനെ വെള്ളത്തിൽ വീണ് നനഞ്ഞ ഒരു ഗാഡ്ജറ്റിനെ എങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്യാം, റിക്കവർ ചെയ്യാം എന്നുള്ള ഒരു 5 പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ആ ഗാഡ്ജറ്റ് പവേർഡ് ആണെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്യണം. ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യണം. AC പവർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ വയർ നമ്മൾ അൺപ്ലഗ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, നമ്മളെ കൊണ്ട് എത്രത്തോളം വാട്ടർ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു ക്ലോത്ത് എടുത്തിട്ട് നല്ലപോലെ അത് തുടച്ചെടുക്കുക. അതുപോലെ തന്നെ അതൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാഡ്ജറ്റ് അതിലുള്ള വാട്ടർ മാക്സിമം റിമൂവ് ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വൈറ്റ് റൈസ് അരി ഇട്ടിട്ട് ഈ ഗാഡ്ജറ്റും അതിന്റെ നമ്മൾ റിമൂവ് ചെയ്ത പാർട്സും എല്ലാം ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഒരുപാട് അതിൽ നിന്ന് റിമൂവ് ആയി പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അരി എന്ന് പറയുന്നത് വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. എത്രയും വേഗത്തിൽ നമുക്ക് അതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനുള്ള ശക്തി ഈ അരിക്കുണ്ട്. എത്ര നേരം ഈ കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം എന്നുള്ളത് ആ വെറ്റായിട്ടുള്ള ആ ലെവൽ അനുസരിച്ചാണ്. വെറ്റ്നസ് കുറവാണെങ്കിൽ കുറച്ചു നേരം ഇട്ടാൽ മതി. പക്ഷെ ഒരു 24 മണിക്കൂർ അതിൽ ഇട്ട് വെക്കുന്നതാണ് ഒരു നല്ല ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. എത്ര നേരം അത് ആ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇരിക്കുന്നോ അത്രയും വാട്ടർ അതിൽ റിമൂവ് ആകാൻ സഹായിക്കും. നമ്മുടെ ഗാഡ്ജറ്റ് റിക്കവർ ആകാനുള്ള സാധ്യതകളും കൂടും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ആ കണ്ടെയ്നറിൽ നിന്ന് എടുത്ത ശേഷം ഒരു ഫാനിന്റെ താഴെ ഒരു മണിക്കൂറോളം വെക്കുക. കാരണം ഇത് നാച്ചുറൽ ആയിട്ട് ആ വാട്ടർ എവാപ്പറേറ്റ് ആകാൻ സഹായിക്കും. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗാഡ്ജറ്റ്സിൽ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഇടയ്ക്കൊക്കെ വാട്ടർ ലോക്ക് ആകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പൊ നമുക്കൊരു പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ എടുത്തിട്ട് വോഡ്ക അല്ലെങ്കിൽ ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ബോർഡിൽ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഈ വോഡ്ക ആൽക്കഹോളൊക്കെ പെട്ടെന്ന് എവാപ്പറേറ്റ് ആകുന്നതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഈ വാട്ടറും എവാപ്പറേറ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതേപോലെ ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.